കിലുക്കത്തിൽ പറയുന്ന പോലെ കിളവിന് നല്ല ഉന്നമില്ലാത്തതുകൊണ്ട് ചത്തില്ല. അത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അവസ്ഥ. 2-1 എന്ന സ്കോറിൽ നമ്മൾ വിജയിച്ചു എങ്കിൽ പോലും ബ്രെൻഫോർഡിന് കിട്ടിയ ചാൻസസിന്റെ പകുതിയെങ്കിലും അവര് സ്കോർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു വിജയം ഉണ്ടാകത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മുടെ ടൈറ്റിലിൽ പറയുന്ന പോലെ ഒപ്പിച്ചെടുത്ത ഒരു വിജയം തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടിയിരിക്കുന്നത്. എത്ര ചാൻസസ് ആണ് അവരത് കളഞ്ഞു കുളിച്ചത്. പ്രത്യേകിച്ച് ഈഗോർ തിയാഗോ, ഗോൾഡൻ ബൂട്ട് റേസിൽ നിൽക്കുന്ന താരം, രണ്ടാമത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഗോൾസിൽ നിൽക്കുന്ന താരം, ഇത്രയധികം ഗോൾസ് ചാൻസസ് എങ്ങനെ മിസ്സാക്കിയതെന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, അത് ചിന്തിക്കാൻ പോലും നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. സോ ക്ലിയർ കട്ട് 3-4 ചാൻസസ് തിയാഗോ മിസ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. സോ തിയാഗോയുടെ ഒരു ഒറ്റ വ്യക്തിയുടെ എന്താ പറയാ നിറമങ്ങലിലാണ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ കളി വിജയിച്ച് കയറിയത്. എന്തായാലും 3 പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് 3 പോയിന്റ്സ് ചാമ്പ്യൻസ് ലീഗിന്റെ പടിവാതിൽക്കൽ നോക്ക് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് തുറന്നാൽ മതി. കുറ്റി ബാക്കിൽ നിന്ന് കുറ്റി തുറന്നിട്ടുണ്ട്, ഇനി പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അകത്തോട്ട് കയറാം എന്നുള്ള ലെവലിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി കളിയിലേക്ക് പോവാം. ഫസ്റ്റ് 10 മിനിറ്റ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ തുടരെ ആക്രമണം അഴിച്ചുവിട്ടു. അതിന്റെ മെയിൻ തുടക്കം തന്നെ കോബി മീനു കിട്ടിയ ബോളും കൊണ്ട് എതിർ പോസ്റ്റിലേക്ക് പോകുന്നു. 2-3 ഡിഫൻഡേഴ്സിനെ കട്ട് ചെയ്ത് ഗോൾ കീപ്പറിനെയും കബളിപ്പിച്ചിട്ട് ഒരു പ്രോപ്പർ പാസ് അമാദിന് കൊടുക്കുന്നു. സെക്കൻഡ് മിനിറ്റിലായി നടക്കുന്നത്. അമാദിന് കിട്ടിയ ചാൻസ് എന്ന് പറഞ്ഞാൽ അടിച്ച് നേരെ എതിർ പ്ലെയർ, അവനാണെങ്കിൽ ഓടി പോസ്റ്റിലേക്ക് വരുന്നേ ഉള്ളൂ, അവന്റെ ബാക്കിൽ തട്ടിയ പുറത്തോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു മരിച്ചുപോയ എൻ്റെ അമ്മൂമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അമ്മൂമ്മ സ്കോർ ചെയ്താണ് ഈ ഗോൾ. അപ്പൊ അങ്ങനത്തെ ഈസി ആയിട്ടുള്ള ഒരു ഗോൾ എനിക്ക് തോന്നുന്നു അമാദ് ആൻഡ് എംബൂമോ ഇവര് ആഫ്കോൺ കഴിഞ്ഞ മുതൽ ഒരു ഫോമിലേക്ക് എത്തിയിട്ടില്ല. ഫോമിലേക്ക് എന്ന് മാത്രമല്ല, അവര് കാഴ്ചവെക്കുന്ന പല കാര്യങ്ങളും അറ്റാക്കിങ്ങിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് ടച്ച് ആണെങ്കിൽ പോലും എംബൂമയുടെ പലപ്പോഴും ഫസ്റ്റ് ടച്ച് പാഴായി പോകുന്നു കാണുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ചാൻസസ് അടിച്ചു തീർക്കാൻ പറ്റുന്നില്ല. സോ അമാദ് ഇന്നലെ അറ്റാക്കിങ്ങിൽ രണ്ടുപേരും, അമാദും എംബൂമവും അറ്റാക്കിങ്ങിൽ ഭയങ്കര നിറം മങ്ങി, ഭയങ്കര. പക്ഷെ സെക്കൻഡ് ഗോളിന് സെസ്കോ സ്കോർ ചെയ്യുന്ന ഗോളിന് ഒരു ഡിഫൻസീവ് പീസ് ടാക്ലിങ്ങിലൂടെയാണ് അമാദ് ആ ബോൾ റിക്കവർ ചെയ്തിട്ട് തിരിച്ച് നമുക്ക് ആ ഒരു അറ്റാക്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് അമാദിന്റെ ആ ഒരു ഔട്ട്പുട്ട് മാത്രമാണ് എടുത്തു പറയേണ്ടിയിരുന്നത്. പിന്നെ ഈ ഒരു ഗെയിമിലെ ഹൈലൈറ്റ്, വൺ ഓഫ് ദ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 പോയിന്റ്സ് ഡെഫിനറ്റ്ലി. പിന്നെ ബ്രൂണോന്റെ അസിസ്റ്റ്, 19ാമത്തെ അസിസ്റ്റും കൂടെ നേടിയിട്ട് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. തിയറി ഓൺറിയുടെയും കെവിൻ ഡി ബ്രൂയിന്റെയും തൊട്ട് അടുത്ത് തന്നെ ബ്രൂണോ എത്തിയിട്ടുണ്ട്. ഇനിയുള്ള 3 കളിയിൽ ഒരു അസിസ്റ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ റെക്കോർഡിലേക്ക് എത്തുന്നു. ഒരു 2 അസിസ്റ്റും കൂടെ ആയി കഴിഞ്ഞാൽ സ്വന്തം പേരിൽ ആ റെക്കോർഡ് ടോട്ടലായിട്ട് കൈയടക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ബ്രൂണോ എത്തിയിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബ്രൂണോ ഇനി എത്ര വർഷം നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് അറിയില്ല. ഒരു മേബി ഒരു 1 or 2 years അടുത്ത സീസൺ കാണും. ചിലപ്പോൾ അതിന്റെ അപ്പുറത്തെ ഒരു സീസൺ കൂടെ ആയിരിക്കാം ബ്രൂണോ നമുക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന. ആ ഒരു സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ബ്രൂണോടെ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ടൈറ്റിൽ അടിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ബ്രൂണോയ്ക്ക് ഈ ഒരു ടീമിൽ കളിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് ഈ ഒരു അസിസ്റ്റ് റെക്കോർഡ് തന്നെയായിരിക്കും. കാരണം ഇത്രയധികം വർഷങ്ങൾ നിലനിന്ന ഒരു റെക്കോർഡ് അത് ഭേദിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി ദ ഹൈലൈറ്റ് ഓഫ് ഹിസ് കരിയർ ഇൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസസ് പറഞ്ഞാൽ മെയിനു വിത്ത് പൊസിഷൻ വിതൗട്ട് പൊസിഷൻ, ഈ രണ്ടിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് മെയിനു കാഴ്ചവെച്ചിരുന്നത്. അപ്പോൾ മെയിനുവിന്റെ വൺ ഓഫ് ദ ബ്രില്യൻ പെർഫോമൻസ്, മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് തന്നെയായിരുന്നു മിഡ്ഫീൽഡിൽ നമ്മൾ കണ്ടത്. എടുത്തു പറയാനായിട്ട് എന്ന് വെച്ചാൽ ആ ബോളും കൊണ്ട് ഒരു പ്രത്യേക രീതിയിലാണ്. എന്ന് വെച്ചാൽ ബോള് കൊണ്ട് പതുക്കെ പമ്മി നിൽക്കും, എതിർ ടീം ബോൾ അടുത്തോട്ട് വരുമ്പോൾ അതും കൊണ്ട് എന്താ പറയാ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്പേസിലേക്ക് പുഷ് ചെയ്ത് ബോളുമായിട്ട് കുതിക്കുന്ന മെയിനുവിനെയാണ് കാണുന്നത്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഗെയിം കാണുമ്പോൾ എനിക്ക് മെസ്സിയുടെ ഇത് ഓർമ്മ വരും. മെസ്സി അത് കണക്കാം, ബോളുമായിട്ട് ഇങ്ങനെ പതുക്കെ നിൽക്കും. എതിരാളികൾ അടുപ്പിച്ച് എന്ന് വെച്ചാൽ എതിരാളികളുടെ അടുത്തേക്ക് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് പോലെ അടുത്തേക്ക് കൊണ്ടുവരും. അവിടുന്ന് ഒരു എക്സ്പ്ലോഷനാണ്. അവിടുന്ന് ഇവരടുത്ത് വരുന്നതും അവരിൽ നിന്നും എല്ലാം വെട്ടി മാറി ഒറ്റ ഇതുമായിട്ട് ബോളുമായിട്ട് കൊണ്ടുപോകുന്ന ഗെയിമാണ് മെസ്സിയുടെ ഒരു ഇത്. അത് അതേപോലത്തെ
മെസ്സിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ആ ഒരു സ്റ്റൈൽ ചെറിയ രീതിയിലുള്ള ഒരു ഇത് മെയിനുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സോ ലൈക്ക് ഓൺ ആൻഡ് ഓഫ് ദ ബോൾ ഹി വാസ് ലൈക്ക് റിയലി ഗുഡ്, റിയലി ഗുഡ്. പിന്നെ നമ്മുടെ കസമീറോ ഗിവ് us one more year, ഒരു വർഷം കൂടെ ഞങ്ങൾക്ക് തരും, എന്നാൽ നമ്മൾ അടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ പോകുമ്പോൾ ആ ഒരു പൊസിഷൻ നമുക്ക് എന്ന് പറഞ്ഞാൽ കസമീറോ തരുന്ന ഔട്ട്പുട്ട് ഇനിയിപ്പോൾ വരുന്ന ഒരു പ്ലെയറിന്റെ അടുത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. ഒരു പകുതി എങ്കിൽ പോലും കിട്ടിക്കഴിഞ്ഞാൽ, ഗോൾ കോൺട്രിബ്യൂഷന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പകുതിയെങ്കിലും ആ ഒരു പ്ലെയറിനെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു സക്സസ് എന്ന് വേണം വിശേഷിപ്പിക്കാനായിട്ട്. ഏകദേശം 9 goals ആണ് നമുക്ക് വേണ്ടിയിട്ട് സ്കോർ ചെയ്തിരിക്കുന്നത്, അതും ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ നിന്നും 9 goals സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ സിലി തിങ്, ഇറ്റ് ഇസ് നോട്ട് എ എന്താ പറയാ സിമ്പിൾ തിങ്. അതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എടുത്തു പറയേണ്ട ഒരു എന്താ പറയാ ഒരു ഫീറ്റ് തന്നെയാണ് 9 goal സ്കോർ ചെയ്യുക. ഇപ്പം അടുത്ത കളികളിൽ ഒരു ഗോൾ കൂടെ സ്കോർ ചെയ്ത് പറഞ്ഞാൽ ഡബിൾ ഫിഗേഴ്സിൽ എത്തുന്ന ഒരു നമ്പർ, അതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ലൈക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എന്തായാലും കശ്മീരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗ് കളിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ബി റിയലി ഗുഡ്. പക്ഷെ എന്നിരുന്നാലും കശ്മീറോ പറഞ്ഞിട്ടുണ്ട് ഈ വർഷത്തോടു കൂടി നിർത്തി പോവുകയാണെന്നുള്ളത്. അപ്പം ഗോൾ സ്കോർ ചെയ്തിട്ട് ബാഡ്ജ് ഒക്കെ കിസ് ചെയ്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന്റെ ഇടയ്ക്ക് അത്രയും എന്താ പറയുക ഒരു വൈകാരികത ക്രിയേറ്റ് ചെയ്യാനായിട്ട് കശ്മീറോന് സാധിച്ചു. ആൻഡ് എന്താ പറയാ പിന്നെ ഗെയിം അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് ഈ 10 മിനിറ്റ് ഒഴിച്ചാൽ പിന്നീട് അങ്ങോട്ടേക്ക് മൊത്തത്തിൽ ബ്രെൻഫോർഡിന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ദേ വർ അറ്റാക്കിംഗ്. സെനി ലാമൻസിന്റെയും എടുത്തു പറയേണ്ട ബെസ്റ്റ് പെർഫോമൻസസ്, വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് നമ്മൾ കണ്ടത്. ലൈക്ക് ഒത്തിരിയധികം സേവുകൾ നടത്തുന്നതും ലൈക്ക് ഹൈ ജംപ് ഹൈ ക്യാപ്ചർ ചെയ്തതും ഒക്കെ ആയിട്ട് ക്ലെയിം ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു. സോ ഹി ഓൾസോ ഹാഡ് എ വെരി ഗുഡ് പെർഫോമൻസ്. സെനി ലാമൻസിനൊക്കെ ഈ ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടിയത് തന്നെ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. ആൻഡ് ഭയങ്കരമായിട്ട് കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ബോൾ ക്യാപ്ചർ ചെയ്യുന്നത് ക്ലെയിം ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു. സോ ലൈക്ക് ആ ഒരു കാര്യത്തിൽ നമ്മൾ ഈസി ഗോൾസ് നമ്മൾ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. സോ ഐ മീൻ ബ്ലഡി ബ്രില്യന്റ് അത് തന്നെ പറയാനായിട്ട്. ആൻഡ് സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞിരുന്നപ്പോൾ അമാദിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം നുസർ മസറാവിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഒരു ബാക്ക് 5ലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ബാക്ക് 5 എത്തി ആ ഒരു ഗെയിം വന്നതോടുകൂടി നമ്മൾ കുറച്ചൊന്ന് കൺട്രോളിലേക്ക് എത്തി. അത്രയും തുടരായിട്ടുള്ള ആക്രമണമൊക്കെ പറഞ്ഞാൽ കുറച്ചൊന്ന് നമ്മൾ ഒന്ന് തടയിട്ടു. ആൻഡ് വി വർ ഓൾസോ ലൈക്ക് ട്രൈങ് ടു കൗണ്ടർ അറ്റാക്ക്, കുറച്ച് കൗണ്ടർ അറ്റാക്ക് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എടുത്തു പറയുന്നത് വെച്ചാൽ ഡിയോഗോ ഡാലോനെ പല പ്രാവശ്യവും എതിർ ടീമിന്റെ ഫുൾ ബാക്ക് വട്ടം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ലൈക്ക് ഹി വാസ് ട്രൈങ് ടു ഡു അത് ബ്രേക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റുന്നില്ല. നല്ല രീതിയിൽ വെള്ളം കുടിപ്പിച്ചു എന്ന് വേണം പറയാനുണ്ട്. അപ്പം അത് കുറച്ചൊന്ന് കുറഞ്ഞത് മസറാവി വന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയതും ആ ഒരു ഡിഫൻസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയതും അതിന് ശേഷമാണ്. പിന്നെ മെഗ്വയർ ഓൾസോ ഹാഡ് എ റിയലി ഗുഡ് ഗെയിം. നല്ല രീതിയിലുള്ള ഒരു ഗെയിമും ബോളുമായിട്ട് ഒത്തിരി ഫോർവേഡ് ഒറ്റയ്ക്ക് ബോളും കൊണ്ട് പോകുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. സോ ഹി വാസ് ഓൾസോ ട്രൈങ് ഹിസ് ബെസ്റ്റ്. ഹി ഓൾസോ ഹാഡ് എ വെരി ഗുഡ് ഗെയിം. നമ്മളിപ്പം ചാമ്പ്യൻസ് ലീഗിന് ഇനിയിപ്പോൾ എനിക്ക് ഒരു പോയിന്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ത്രൂ എന്ന ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ അടുത്തതെന്ന് പറഞ്ഞാൽ ലിവർപൂളായിട്ടുള്ള ഗെയിമാണ്. അപ്പം ലിവർപൂളിനെ നല്ല രീതിയിൽ പൊളിച്ചടുക്കിയിട്ട് ആ ചാമ്പ്യൻസ് ലീഗ് വാതിൽ ചവിട്ടി തുറന്ന് തന്നെ നമുക്ക് അകത്തേക്ക് പോകണം. അത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ ലിവർപൂളിനെ കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ തട്ടകത്തിൽ വെച്ച് തന്നെ കൊടുത്ത് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിലേക്ക് എത്താനായിട്ടുള്ള ഇതാണ്. ആൻഡ് പിന്നെ എന്താ പറയുക എടുത്ത് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കാരിക്കിന്റെ കാര്യം വീണ്ടും ചോദ്യമായിട്ട് വരുന്നുണ്ട്. സോ പല ആൾക്കാരും ഇപ്പൊ 2 ഒപ്പീനിയനിൽ നിൽക്കുവാണ്. സോ കാരിക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് ടീമിനെ എത്തിച്ചു, വാട്ട് എവർ ഹൗ എവർ ദ പെർഫോമൻസ് ഇസ്. എന്നിരുന്നാലും സോ കാരിക്കിന് ആ ഒരു ഇത് കൊടുക്കണം എന്നുള്ള ഇതാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഡിവിഷൻ ഉണ്ട്, 2 രീതിയിലും ഉള്ള ആൾക്കാർ എന്താ പറയുക ഒപ്പീനിയൻസ് പറയുന്നുണ്ട്. സോ കാരിക്കിന് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് വി ഷുഡ് ബി ലുക്കിംഗ് ഫോർ ബെസ്റ്റ് ഓപ്ഷൻസ്. ഇപ്പോൾ നാഗൽസ്മാന്റെ കാര്യം പറയുന്നുണ്ട്. സോ നാഗൽസ്മാനെ കിട്ടിക്കഴിഞ്ഞാൽ അത് നാഗൽസ്മാൻ നോക്കാതെ പോകരുത് എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അത് നോക്കി അത് കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമാണെങ്കിൽ കാരിക്ക് ഓക്കെ. പിന്നെ നാഗൽസ്മാന്റെ പേര് വേണ്ട എന്ന് ഒഴിവാക്കപ്പെടേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് തന്നെയാണ്. കാരണം അത്രയും നാൾ വരെ നമുക്ക് മറ്റേ കോച്ചിന്റെ ഇത് അനൗൺസ് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ
അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും കാരിക്കിന് കൊടുക്കുവാണെങ്കിൽ ലൈക്ക് 1 or 2 years മാക്സിമം, അതിനപ്പുറത്തേക്ക് കൊടുക്കാനായിട്ട് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം രണ്ട് ഇത് വരും, നമ്മളൊരു ചാമ്പ്യൻസ് ലീഗ് ടീമിനെ കൊണ്ട് ടീമിനെ ചാമ്പ്യൻസ് ലീഗിൽ എത്തിച്ചിട്ട് പിന്നെ നമ്മളൊരു വേറൊരാൾക്ക് കൊടുക്കുവാണെങ്കിൽ അയാൾ വേറെ കോച്ച് അത്രയും നല്ല രീതിയിൽ പെർഫോം ആയിട്ട് ചെയ്യാതെ അയാളെ പുറത്താക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ചോദ്യം വരും. ഓൾറെഡി കാരിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്, ടീമിനെ ചാമ്പ്യൻസ് ലീഗിൽ വരെ എത്തിച്ചു, എന്നിട്ട് എന്താണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് വരും. തിരിച്ചാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കാരിക്കിന് ഇത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും മോശമായിട്ടൊരു കാരിക്കിനെ സാക്ക് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോഴത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒല്ലയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ, സെയിം മിസ്റ്റേക്ക് വീണ്ടും വരുത്തി എന്നുള്ളത് ഇതും വരും. സോ ലൈക്ക് രണ്ട് ഭാഗമുണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഫോർ ഗിവിങ് ഇറ്റ് ടു കാരിക് നമുക്ക് എന്താ പറയുക, ബാക്കിയുള്ള വേറെയും മാനേജേഴ്സ് ഉണ്ട്, ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള. അപ്പൊ അവരെയും കൂടെ ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്തതിന് ശേഷം വേണം കാരിക്കിന് ഫൈനൽ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. പിന്നെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.